ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻട്രി ഇംഗ്ലീഷ്. നമുക്കിനി ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിച്ചു തുടങ്ങാം. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമൺ മാന് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ആസ്കിങ് ആൻഡ് ഗിവിങ് ഡയറക്ഷൻസ്. അതായത് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. അങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ മിക്കവാറും അവിടെ ഒരു ഫോറിനർ നിങ്ങളോട് ചോദിക്കും, ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകണം. ഇതാണ് മിക്കവാറും മലയാളികൾക്ക് ആദ്യം ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരുന്നൊരു സമയം. സോ ലേണിംഗ് ഹൗ ടു ഗിവ് ആൻഡ് ആസ്ക് ഡയറക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിന്ന് ഒരു ചെറിയൊരു സെനാരിയോ നോക്കിയിട്ട് അതിലെങ്ങനെയാണ് നമുക്ക് ഗിവിങ് ആൻഡ് ആസ്കിങ് ഡയറക്ഷൻസ് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഓക്കെ, നൗ നമുക്ക് ലൈബ്രറിയിലേക്ക് പോകണം. ഈ ലൈബ്രറിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ പോകണം എന്നെങ്ങനെ ചോദിക്കാം? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ലൈബ്രറി ഫ്രം ഹിയർ? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ലൈബ്രറി ഫ്രം ഹിയർ? ഇനി നിങ്ങൾ ലൈബ്രറിയിലേക്ക് പോകാൻ നേരെ പോകണം. ആദ്യം 2 blocks കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വലത്തോട് തിരിയണം, ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് എന്ന് പറയണം. എങ്ങനെ പറയാം? ടു ഗെറ്റ് ടു ദ ലൈബ്രറി, ഗോ സ്ട്രെയിറ്റ് ഫോർ 2 blocks, ദെൻ ടേൺ റൈറ്റ് അറ്റ് ദി പോസ്റ്റ് ഓഫീസ്. അതായത് ലൈബ്രറിയിലേക്ക് പോകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോ സ്ട്രെയിറ്റ്, നേരെ പോകണം. അതായത് 2 ബ്ലോക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ പോകണം. ദെൻ ടേൺ റൈറ്റ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വലത്തോട് തിരിയാന്ന് പറയണമെങ്കിൽ അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, അറ്റ് ദ, അല്ലെങ്കിൽ ആ ടെമ്പിളിൽ നിന്ന് വലത്തോട് തിരിയാന്ന് എങ്ങനെ പറയും? അറ്റ് ദ ടെമ്പിൾ. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് നേരെ നടക്കണം, അല്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്നെങ്ങനെ പറയാം? കണ്ടിന്യൂ ഫോർ അബൌട്ട് 5 minutes. കണ്ടിന്യൂ ഫോർ അബൌട്ട് 5 minutes. ആൻഡ് യു വിൽ സീ ദ ലൈബ്രറി ഓൺ യുവർ ലെഫ്റ്റ്. നിങ്ങളൊരു 5 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇടതുവശത്ത് നിങ്ങൾക്ക് ലൈബ്രറി കാണാൻ പറ്റും, അല്ലേ? ഇനി നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ചോദിക്കണം. നിങ്ങൾക്ക് ആ സ്ഥലത്തെ പറ്റി അറിയില്ല. ഹൗ ക്യാൻ യു ആസ്ക് ദാറ്റ്? Is there a shortcut to the park? Is there a shortcut to the park? ഇനി ഇതിന് നമുക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കാം? ആദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പാർക്കിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ആദ്യം പറയണ്ടേ. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് പറയാം? യെസ്, യു ക്യാൻ ടേക്ക് ദ എൽം സ്ട്രീറ്റ്. നമുക്ക് ആ സ്ട്രീറ്റിന് എൽം എന്ന് പേര് കൊടുക്കാം. യു ക്യാൻ ടേക്ക് ദ എൽം സ്ട്രീറ്റ്. ഇറ്റ്സ് ക്വിക്കർ ബിക്കോസ് ഇറ്റ് അവോയ്ഡ്സ് മെയിൻ സ്ട്രീറ്റ്സ് ട്രാഫിക്. ഇറ്റ്സ് ക്വിക്കർ, അത് കുറച്ചുകൂടി എളുപ്പമാണ്, പെട്ടെന്ന് എത്തും. ബിക്കോസ് ഇറ്റ് അവോയ്ഡ്സ് മെയിൻ സ്ട്രീറ്റ്സ് ട്രാഫിക്. അതായത് അത് മെയിൻ സ്ട്രീറ്റിലെ ട്രാഫിക് ഒക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യാം? പോവാം. ജസ്റ്റ് ടേൺ ലെഫ്റ്റ് അറ്റ് ദ ഗ്രോസറി സ്റ്റോർ. ആ ഗ്രോസറി സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയാം. ആൻഡ് ഫോളോ എൽം സ്ട്രീറ്റ് അൺടിൽ യു റീച്ച് ദ പാർക്ക്. അതായത് നിങ്ങൾ പാർക്കിൽ എത്തുന്നവരെ എന്ത് ചെയ്യുക? എൽം സ്ട്രീറ്റ് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇനി നമ്മൾ ഒരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്. സോ വി ആർ അറ്റ് സം ഫോറിൻ കൺട്രി. അവിടെ നിങ്ങൾക്ക് മാപ്പൊക്കെ കിട്ടും. ആ മാപ്പ് വെച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ മാപ്പിൽ മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരുമോ? നിങ്ങൾ അവിടെ ഒരു ലോക്കലിനോട് ചോദിക്കണം. എങ്ങനെയാണ് ലോക്കൽ ആയിട്ടുള്ള ഒരാളോട് നമുക്ക് ചോദിക്കാം? ക്യാൻ യു ഷോ മീ ദ മാപ്പ് ഹൗ ടു ഗെറ്റ് ടു ദ മ്യൂസിയം? ക്യാൻ യു ഷോ മീ ഓൺ ദ മാപ്പ് ഹൗ ടു ഗെറ്റ് ടു ദ മ്യൂസിയം? നോക്കൂ, ആ മാപ്പ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം? അപ്പം നമ്മുടെ നാട്ടിലാണ് വന്നെങ്കിൽ നമുക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാം? ഷോ, ഹിയർസ് ദ മാപ്പ്. യു ആർ ഹിയർ അറ്റ് ദ ടൗൺ സ്ക്വയർ. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ആദ്യം എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം, അല്ലേ? യു ആർ ഹിയർ അറ്റ് ദ ടൗൺ സ്ക്വയർ ആൻഡ് യു നീഡ് ടു ഗെറ്റ് ടു ദ മ്യൂസിയം. ഫോളോ മെയിൻ സ്ട്രീറ്റ് നോർത്ത് ആൻഡ് ടേൺ റൈറ്റ് ഓൺ ദ ഫസ്റ്റ് അവന്യൂ. ആ ഫസ്റ്റ് അവന്യൂവിൽ വെച്ചിട്ട് വലത്തോട്ട് തിരിയാം. ദ മ്യൂസിയം is on the right corner of the First Avenue and Pine Street. പൈൻ സ്ട്രീറ്റിൻ്റെയും ഫസ്റ്റ് അവന്യൂവിൻ്റെയും എന്താണ് കോർണറിലാണ് നമ്മുടെ, അല്ലെങ്കിൽ കോർണറിലെ റൈറ്റ് കോർണറിലാണ് നമ്മുടെ മ്യൂസിയം നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് ട്രെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്നെങ്ങനെ ചോദിക്കാം? ഹൗ ഫാർ ഇസ് ദ ട്രെയിൻ സ്റ്റേഷൻ ഫ്രം ഹിയർ? ഹൗ ഫാർ ഇസ് ദ ട്രെയിൻ സ്റ്റേഷൻ ഫ്രം ഹിയർ? ഇവിടെ നിന്ന്, ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ദൂരത്താണ് ട്രെയിൻ സ്റ്റേഷൻ? എങ്ങനെ ആൻസർ പറയാം? ദ ട്രെയിൻ സ്റ്റേഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി 2 miles ഫ്രം ഹിയർ. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 kilometers. മൈൽസ് ആൻഡ് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ പറയുന്നത് കിലോമീറ്റേഴ്സിലാണ് ദൂരം പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ അത് മൈൽസിലാണ് ദൂരം പറയുന്നത്. സോ ഇവിടുന്ന് 2 miles, ഇനി കിലോമീറ്റേഴ്സിൽ പറഞ്ഞു നോക്കാം. കിലോമീറ്റേഴ്സ് ദൂരം ഉണ്ടോ എന്ന് എങ്ങനെ പറയാം? ദ ട്രെയിൻ സ്റ്റേഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി 2 kilometers ഫ്രം ഹിയർ. ഇനി നിങ്ങൾക്ക് കാറിലാണ് അവിടേക്ക് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്നതെങ്കിൽ 10 മിനിറ്റും, നിങ്ങൾ നടക്കുകയാണെങ്കിൽ 30 മിനിറ്റ് എടുക്കും എന്നെങ്ങനെ പറയാം? ഇറ്റ് ഷുഡ് ടേക്ക് അറൌണ്ട് 10 minutes ബൈ കാർ ഓർ 30 minutes വാക്കിംഗ്.
So now you know how to ask and give directions. നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രിയിലോ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്ഷൻസ് ചോദിക്കാനും പറയാനൊക്കെ അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള വഴി എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഫ്രേസസും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിനി ഈ ആസ്കിങ് ആൻഡ് ഗിവിംഗ് ഡയറക്ഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കമൻറ്റ് ബിലോ. നമ്മൾ അതിന് ആൻസേഴ്സ് ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫ്രേസസ് എന്ത് ചെയ്യാം, അടിയിൽ കമൻ്റ് ആയിട്ട് ഇടാം. അടുത്ത വീഡിയോസിൽ നമുക്ക് അതുകൂടി കൺസിഡർ ചെയ്യും. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് വളരെ ഇഷ്ടത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ ജോയിൻ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആൻഡ് ദ നമ്പർ ഇസ് ഗിവൺ ബിലോ.